ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞ് എന്തായാലും നമ്മൾ ഗെയിമിലേക്ക് എന്തായാലും കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്ന് അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ അടുത്ത വ്യാഴാഴ്ച ആയിരിക്കും മിക്കവാറും അപ്ഡേറ്റ്. അപ്പോൾ ഇന്ന് എന്തൊക്കെ വന്നു എന്ന് എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ, വേറെ പ്രത്യേകിച്ചൊന്നും വരാൻ ചാൻസ് ഇല്ല ഗൈസ്, കാരണം അപ്ഡേറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അടുത്ത വ്യാഴാഴ്ചയാണ് അവർ അപ്ഡേറ്റ് പറഞ്ഞേക്കണേ. അപ്പോൾ എന്തായാലും അടുത്ത വ്യാഴാഴ്ച കുറേ സംഭവങ്ങളൊക്കെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ പാക്കിലേക്ക് പോവുകയാണെങ്കിൽ പാക്കിൽ എന്തൊക്കെ വന്ന് നമുക്ക് നോക്കാം, ഏതൊക്കെ പാക്ക് വന്ന് നോക്കാം. ഇന്ന് പുതിയതായിട്ടൊരു നോമിനേഷൻ പാക്കൊക്കെ വരും. ഇന്ന് ഗൈസ് പുതിയൊരു മാനേജർ പാക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പോർച്ചുഗലിൻ്റെ മാനേജറാണ്. ഓക്കെ, ലോങ് ബോൾ കൗണ്ടറുണ്ട്, ഔട്ട് ബ്ലേഡും ഉണ്ട് ഗൈസ്. 500 കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ മാനേജറിന് എടുക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവരൊക്കെ എന്തായാലും എടുക്കുക ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ റൈക്കാർഡിന് എടുത്തു, അതുകൊണ്ട് ഞാൻ എന്തായാലും എടുക്കുന്നില്ല ഗൈസ്. പിന്നെ പ്ലെയർ ഓഫ് ദി വീക്ക് നോക്കുകയാണെങ്കിൽ പ്ലെയർ ഓഫ് ദി വീക്കിൽ നമ്മുടെ PSG ലെഫ്റ്റ് വിങ് വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ ഒബ്ലാക്ക് വന്നിട്ടുണ്ട് ഗൈസ്, ഒബ്ലാക്ക് ഉണ്ട്. പിന്നെ ബയൺ മ്യൂണിക്കിൻ്റെ ഒരു DMF കാർഡ് ഉണ്ട്. പിന്നെ പെഡ്രോയുടെ ഒരു കാർഡ് ഉണ്ട്. പിന്നെ അതങ്ങനെ കുറച്ച് കാർഡ്സൊക്കെ ഉണ്ട് ഗൈസ്. എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ല ഈ പ്ലെയർ ഓഫ് ദി വീക്ക്. എനിക്ക് ഇതിനകത്ത് ടാർഗറ്റ് ഞാൻ എന്തായാലും പറയാം ഗൈസ്. പിന്നെ നമ്മുടെ ലീഗിൻ്റെ ഒരു പാക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും കൊണ്ടുവന്നിട്ടില്ല ഗൈസ്. കളർഫുള്ളായിട്ട് നമ്മുടെ പാക്ക് നടക്കുന്നുണ്ട് ഗൈസ്. നമ്മുടെ നോമിനേഷൻ പാക്ക് നടക്കുന്നുണ്ട്. റോൾ ചേഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു തീമിലാണ് അവർ കൊണ്ടുവന്നിട്ടേക്കണേ. കളർഫുള്ളാണ് ഫുള്ളും. ഓക്കെ, നമ്മുടെ റാഫീനി ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് കിടിലൻ കാർഡ്സൊക്കെ അവർ കൊണ്ടുവന്ന് എന്തായാലും ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായാലും കിടിലായിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യം കൊള്ളാവുന്നൊരു ബാക്ക്ഗ്രൗണ്ടാണ്. റാഫീനെ ഹോൾ പ്ലെയർ ആണ് ഗൈസ്. ഹോൾ പ്ലെയർ ആയിട്ടാണ് റാഫീനെ കൊണ്ടുവന്നേക്കണേ. പിന്നെ പറയുകയാണെങ്കിൽ ഗൈസ് വേറൊരു നോമിനേഷൻ പാക്കും കൂടി വന്നിട്ടുണ്ട് ഗൈസ്. ഇത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ മറ്റേ കുളുബാലിയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് കുളുബാലിനെ എടുത്താൽ കൊള്ളാമെന്നുണ്ട് ഗൈസ്. നല്ലൊരു സെൻറ്റർ ബാക്കാണ്. എന്തായാലും നോക്കാം ഗൈസ്. എന്തായാലും എല്ലാം നോക്കിയിട്ട് എന്തായാലും നമുക്ക് എടുക്കണം. അപ്പോൾ ഗൈസ് നിങ്ങൾ നോമിനേഷൻ പാക്കിൽ നിന്ന് ക്യാരി എടുത്തതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ അതാണ് നമ്മുടെ പാക്കിൻ്റെ കാര്യത്തിൽ ഇനി പറയാനുള്ളൂ. മാച്ചിലേക്ക് പോവുകയാണെങ്കിൽ ഗൈസ്, മാച്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മാച്ചിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഈ ഇവൻ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഫ്രീ സ്പിൻ കിട്ടുന്നതായിരിക്കും. പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഒരു ഫ്രീ സ്പിൻ എന്തായാലും കിട്ടും ഗൈസ്. അപ്പോൾ അത് കളിച്ചാൽ മതി. വേറെ ഒന്നും പ്രത്യേകിച്ച് മാച്ചും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി എല്ലാം വരാൻ പോകുന്നത് അടുത്ത വ്യാഴാഴ്ച ആയിരിക്കും ഗൈസ്. അടുത്ത വ്യാഴാഴ്ച നമുക്ക് എന്തായാലും ഒരു അപ്ഡേറ്റ് ഉണ്ട്. പിന്നെ കോയിൻ ഇവൻറ്റ് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഈ ഇവൻറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 50 ക്ലബ് കോയിൻ കിട്ടുന്നതായിരിക്കും. അതാണ് കോയിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്രയാണ് കേസ് ഇന്ന് മെയിനായിട്ട് നമുക്ക് വന്നേക്കണേ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ഇതൊക്കെ തന്നെയാണ് ഇന്ന് നമുക്ക് വന്നേക്കുന്നത് ഗൈസ്. നമുക്ക് വേറൊരു സംഭവം ഞാൻ വിട്ടുപോയായിരുന്നു, അത് മറ്റേ മാച്ച് പാസ് ആയിരുന്നു ഗൈസ്. മാച്ച് പാസ് എന്തായാലും നോക്കണം. ഓക്കെ, മാച്ച് പാസിൽ നോക്കുകയാണെങ്കിൽ ഗൈസ് ഇവിടെ ഇപ്പം 400ഉം 800ഉം കോയിനും ഉള്ളൂല്ലോ. കോയിന് ഒരു കുറച്ചു എന്ന് തോന്നുന്നു ഗൈസ്. ഇത് കണ്ടോ, നേരത്തെ ഇവിടെ 500 1000 ആയിരുന്നു, അതൊരു കുറച്ചു എന്ന് തോന്നുന്നു. എന്തായാലും അത് നന്നായി തോന്നുന്നു. മാച്ച് വാസിന് അത്യാവശ്യം കിടിലൻ പ്ലേയേഴ്സിനൊക്കെയാണ് അവർ ആഡ് ചെയ്തിട്ടേക്കണേ. അപ്പോൾ ഇതിനകത്ത് ഡിംബിളയുടെ ഒരു കാർഡൊക്കെ ഉണ്ട്, ഗോൾ പോച്ചർ കാർഡാണ് ഗീസ്. അപ്പോൾ നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്കിൽ വന്ന് ഡീപ്പ് ലൈൻ ഫോർവേഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഗീസ് ഇന്ന് പറയാനുള്ള മെയിനായിട്ട് ഇത്ര കാര്യങ്ങളാണ് ഇന്ന് വന്നിട്ടുള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഗീസ്. ഇന്ന് അപ്ഡേറ്റ് വരുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്, പക്ഷേ അടുത്ത വ്യാഴാഴ്ചയാണ് ഗീസ് അത് വരത്തുള്ളൂ. കാരണം നമുക്കുള്ള ക്യാമ്പയിൻസൊക്കെ തീരണ വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നു. അതെ, ആ വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഞാൻ എന്തായാലും കളിച്ച് ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിൻ എന്തായാലും കറക്കാം. കുറേ വീക്കുകളായിട്ട് എനിക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് വമ്പൻ തേപ്പാണ്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കേസ്, ഈ പ്രാവശ്യമെങ്കിലും മേളിലത്തെ പ്ലെയറിനെ കിട്ടുമെന്നൊക്കെ നോക്കാം എന്തായാലും. അപ്പോൾ ഇതെന്തായാലും എൻ്റെ ടാർഗറ്റ് ഞാൻ പറയാം. എൻ്റെ ഒരു ടാർഗറ്റ് ഇവനാണ് കേസ്, PSG കാവെർട്സ്കേലിയ അങ്ങനെ എന്തോ ആണ് പേര് പറയുക. അപ്പോൾ ഇവനാണ് കേസ് എൻ്റെ ഒരു ടാർഗറ്റ്. രണ്ടാമത്തെ ടാർഗറ്റ് ഒബ്ലാക്കിനൊക്കെ വയ്ക്കാം. ലാപ്പിനകത്തുനിന്ന് ഒബ്ലാക്കിന് ഒരെണ്ണം കിട്ടും നമുക്ക്. എന്തായാലും കുഴപ്പമില്ല. ഒബ്ലാക്കിൻ്റെ ഒരു പ്ലെയർ ഓഫ് ദി കാർഡ് എന്തായാലും കൊള്ളാം, നല്ല സ്റ്റാറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒബ്ലാക്കും പിന്നെ അതുപോലെ തന്നെ PSG ലെഫ്റ്റ് വിങ്ങും പിന്നെ ഒരു ടാർഗറ്റ് വേണമെങ്കിൽ നമുക്ക് പെഡ്രോനെയും വയ്ക്കാം ഗീസ്. പെഡ്രോ ഹോൾ പ്ലെയർ ആയിട്ടാണ് വന്നേക്കണേ. അപ്പോൾ ഇവർ 3 പേരാണ് ഗീസ് എൻ്റെ ടാർഗറ്റ് എന്ന് പറയാനാണെങ്കിൽ. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും കറക്കി നോക്കാം ഗീസ്, കറക്കി നോക്കാം.
ഹിയർ വി ഗോ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ടാർഗറ്റൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എന്തായാലും സ്പിൻ എടുക്കാൻ പോകണമെങ്കിൽ ഈ പ്രാവശ്യമെങ്കിലും തേക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്, സ്പിൻ കൊടുത്തിട്ടുണ്ട്. ഹിയർ വി ഗോ. ആരാ നോക്കാം എന്തായാലും. ഉള്ളിൽ കളറും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്, പടക്കവും കാര്യങ്ങളൊന്നും പൊട്ടല്ല, പൂത്തിരി പോലും കത്തുന്നില്ല ഗൈസ്. മിക്കവാറും എന്നെ തേക്കാനാണ് ചാൻസ് കൂടുതൽ. ഇതാരാണ് ഗൈസ്? വെള്ള ജേഴ്സിയാണ്. ഓക്കെ, ഏതോ ഒരുത്തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. RMF ആണ്, ഇവനെ ഏറ്റവും അടിയിലുള്ള പ്ലെയറാണ്. നോക്കാം ഗൈസ്, നോക്കാം. എനിക്ക് തോന്നുന്നു സെക്കൻഡ് റോയിൽ കിടക്കുന്ന പ്ലെയറാണെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും നമുക്ക് ഇവൻ്റെ സ്റ്റാറ്റ്സൊക്കെ എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ, പ്ലെയർ ഡീറ്റെയിൽസ്. ഓക്കെ ഗൈസ്, ഹോൾ പ്ലെയറാണ്. ഓക്കെ, RMF ആണ് ഗൈസ്, ഹോൾ പ്ലെയറാണ്. കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സൊക്കെ ഉണ്ട് ഗൈസ്. ടീമിലിടുമ്പോൾ അത്യാവശ്യം കയറുമായിരിക്കും. ഓക്കെ, ബൂസ്റ്റർ കാർഡല്ല, കുഴപ്പമില്ല. എന്തായാലും കിട്ടിയത് കൊണ്ട് ഓക്കെ, തൃപ്തിപ്പെടാം ഗൈസ്. സെക്കൻഡ് റോയിലുള്ള പ്ലെയറാണെന്ന് എനിക്ക് തോന്നണേ. യെസ് ഗൈസ്, സെക്കൻഡ് റോയിലുള്ള പ്ലെയറാണ്. എനിക്ക് കുറേ പ്രാവശ്യമായി സെക്കൻഡ് റോയിലുള്ള പ്ലെയേഴ്സിനൊക്കെ കിട്ടിയിട്ട്. എനിക്കിപ്പോൾ കിട്ടുന്നത് ഫുള്ളും ഏറ്റവും അടിയിലത്തെ പ്ലെയേഴ്സാണ്. ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. ബൈ ഗൈസ്, ബൈ.